വെച്ചുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. മദ്യവും ചൂതാട്ടവും അതുപോലെ മനുഷ്യനെ നശിപ്പിക്കുന്ന എല്ലാം അത് പൈശാചിക പ്രവർത്തനങ്ങളിൽപ്പെട്ടതാണ്. അതുകൊണ്ട് നിങ്ങൾ അതിൽ നിന്നും പൂർണ്ണമായി വർജിച്ചു നിൽക്കണം. നിങ്ങൾ ലോകത്ത് വിജയികളായി തീരാൻ വേണ്ടി എന്ന പരിശുദ്ധമായ ഖുർആൻ്റെ ആഹ്വാനമാണ്. ലഹരി ഉണ്ടാക്കുന്ന വസ്തു ഏതോ, അത് പുതിയ പേരിൽ അറിയപ്പെടുന്ന MDMA ആകട്ടെ, ലഹരി ഗുളികകളാകട്ടെ, കഞ്ചാവോ മയക്കുമരുന്നോ ചരസോ എന്തുമായിക്കൊള്ളട്ടെ, എല്ലാം മനുഷ്യൻ്റെ ബുദ്ധിയെ നശിപ്പിച്ചു കളയുന്ന, ജീവിതത്തെ തന്നെ താറുമാറാക്കുന്ന, കുടുംബ ബന്ധങ്ങളെ തകർത്ത് കളയുന്ന, കുടുംബ ജീവിതത്തെ ഇല്ലാതാക്കി കളയുന്ന, സാമ്പത്തികമായ ഭദ്രതയെ തകർത്ത് കളയുന്ന മാരകമായൊരു വിഷവും വിപത്തും കൂടിയാണ് ഈ മദ്യമെന്നറിയുക. അതിൻ്റെ ഭാഗമായി UDF സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ ഏറെ പ്രശംസനീയമാണെന്ന് കൂടി ഇത്തരണത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നാം ഓരോരുത്തരും ഈ സമൂഹത്തിൻ്റെ വലിയൊരു ബാധ്യതയായി, നമ്മുടെ മക്കൾ നാളെയുടെ വാഗ്ദാനങ്ങളാണ്, സമൂഹത്തിൽ വളർന്നു വരേണ്ട ഉന്നത പ്രതിഭകളാണ് നമ്മുടെ ഓരോ മക്കളും. അവർ വരും കാലങ്ങളിൽ എഞ്ചിനീയർമാരായി മാറണം, ഡോക്ടർമാരായി മാറണം, ആർക്കിടെക്റ്റുകളായി മാറണം. അതേ നിലയിൽ സമൂഹത്തിന്, കുടുംബത്തിന്, നാടിന് ഉപകരിക്കുന്ന സന്താനങ്ങളായി നമ്മുടെ മക്കൾ മാറണം. അതിന് ഈ മാരകമായ വിപത്തിനെ തൂത്തെറിയേണ്ട ബാധ്യത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. ആ ലഹരി വിരുദ്ധ കൂട്ടായ്മയിൽ, അതിൻ്റെ പ്രതിജ്ഞയിൽ കുമ്മനം മമ്പൂരം റഹ്മത്തുൽ ഇസ്ലാം ജുമാ മസ്ജിദിൻ്റെയും ദീനിയാത്ത് മക്തബിൻ്റെയും വിദ്യാർത്ഥിനികളും പരിപാലകരും യുവ സുഹൃത്തുക്കളും സമ്മേളിച്ചിരിക്കുന്ന ഈ മഹത്തായ ഈ കൂട്ടായ്മയ്ക്ക് എല്ലാവിധ ആശംസകളും അറിയിപ്പിക്കുന്നു. ഈ ലഹരി വിരുദ്ധ കൂട്ടായ്മയിൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടാണ് എന്ന് ഉച്ചസ്ഥലം പ്രഖ്യാപിച്ചുകൊണ്ട് വാക്കുകളുടെ പ്രസംഗിക്കുന്നു. വാഹിദ് ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.